അവരെ മകളായിട്ട് കാണാൻ ഉമ്മക്ക് കഴിയണം. ഭർത്താവിന്റെ ഉമ്മയെ ഉമ്മയായിട്ട് കാണാൻ ഈ മരോൾക്കും കഴിയണം. വേണ്ടേ? ഇതില്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കേണ്ട. ദയവ് ചെയ്ത് മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും വേണ്ട. പൊന്നാരന്മാർ, നിങ്ങൾ ഈ പോക്കും പകയും ഈ അമ്മായിമ്മ പോരും കാട്ടാനാണ് തീരുമാനമെങ്കിൽ എന്തിനാ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണേ? ആ പെൺകുട്ടിന്റെ ജീവിതം എന്തിനാ നിങ്ങൾ കൊളാക്കണേ? ആ കുട്ടി എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. നിങ്ങളുടെ മകന്റെ ഭാര്യ നിങ്ങൾക്ക് ശത്രുവാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണേ? ആ കല്യാണത്തിന് വളർച്ച ചോറ് കൊടുക്കണില്ല മനുഷ്യന്മാർക്ക് എന്തിന്? പിന്നെ ഫുള്ള് മരണം വരെ ശത്രുത കാണിച്ച് ജീവിക്കാനോ? ക്ഷമ എന്ന് പറഞ്ഞ സംഗതി ഇല്ലാന്ന് മാത്രമല്ല, സ്വന്തം മരുമക്കളിൽ അവർക്ക് ദുരന്തം വരണം എന്ന് ആഗ്രഹിച്ച് സിഹർ വരെ ചെയ്തിട്ട് തളർത്തിക്കളയുന്ന അമ്മായിമാരുണ്ട് എന്ന് കേട്ട ഞാൻ ഞെട്ടിപ്പോയി. എന്തിനാ പടച്ചോനെ ഇവര് സ്വന്തം ആൺകുട്ടിക്ക് എന്തിനാ പിന്നെ കല്യാണം കഴിച്ചു കൊടുത്തത്? അവൾ അങ്ങനെ പൊന്തണ്ട, അവൾക്ക് അങ്ങനെ വീട് പണിയൊന്നും നടക്കണ്ട, അവൾക്ക് ഞാൻ 3 കഫംപൂടെ റെഡിയാക്കി വെച്ചത് എന്ന് പറഞ്ഞിട്ട് പച്ച സിഹർ ചെയ്യ, മാരണം ചെയ്യ, ശൈത്താനിയത്തിന്റെ പണി ചെയ്യ. എന്തൊരു കാലം റബ്ബേ! അസ്വാബിരീൻ. കുടുംബ വിഷയങ്ങളിൽ ഭയങ്കരമായ ക്ഷമ വേണ്ട വിഷയമാണ്. ഭയങ്കര ക്ഷമ വേണ്ടി വരും. ഒരു പെണ്ണ് ഭാര്യയായി നമ്മുടെ വീട്ടിലേക്ക് വന്ന നമ്മുടെ